കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഭക്തന്മാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൽ ഇന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശമൂവേലിനെ കുറിച്ച് ചിന്തിക്കും. അതിലേക്കായൊരു വാക്യം എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ, ഇഹ്താഹ്, ദാവീദ് എന്നവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ആഴം ഞങ്ങളുടെ മേൽ പകരണം. ദൈവസാന്നിധ്യം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവകൃപ കൊണ്ട് നിറയ്ക്കും. അടിയനെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും. നീ ഉപദേശിക്കേണ്ടുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങളെ ഏൽപ്പിക്കും. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നു, എൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. പഴയ നിയമത്തിലെ ഭക്തന്മാരിൽ വിശ്വാസത്താൽ നീതീകരണത്തിൽ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ശമൂവേൽ. ഈ ശമൂവേൽ ന്യായാധിപന്മാരിൽ ഒടുവിലത്തെ ന്യായാധിപനാണ് ശമൂവേൽ. എൽക്കാനയുടെ മകനാണ് ശമൂവേൽ. അപ്പോൾ എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ട്. ഈ ചരിത്രങ്ങളും ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടും ധ്യാനിച്ചിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം പലപ്പോഴും. 2 ഭാര്യമാരാണ്, ഒന്ന് ഹന്നയും ഒന്ന് പെനീനയും. അപ്പോൾ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കളുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ പെനീനയിൽ നിന്നും വളരെയധികം വാക്ശരങ്ങളേറ്റ വ്യക്തിയാണ് ഹന്ന. ആലയത്തിലേക്ക് കടന്നു പോകാൻ ഇറങ്ങുമ്പോൾ പെനീന അവളോട് ചോദ്യം ചോദിക്കുന്നു. നീ ഇതുവരെ ആലയത്തിൽ പോയിട്ടെന്തായി? എല്ലാ ആണ്ടിലും പോകുന്നുണ്ടല്ലോ, ഇതുവരെ പോയിട്ടെന്തായി എന്ന് ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ നിരന്തരം ഹന്നയോട് പെനീന ചോദ്യം ചോദിക്കും. അവൾ പട്ടിണി കിടന്നു, വേദനയിലൂടെ കടന്നുപോയി. അപ്പം അവൾക്ക് വളരെ വ്യസനമായിരിക്കുന്ന സാഹചര്യം. ആലയത്തിൽ പോയിട്ടും എനിക്കൊന്നും, പ്രാർത്ഥനയ്ക്ക് പോയിട്ടും ഒന്നും കിട്ടുന്നില്ല. അപ്പം ഈ പ്രാർത്ഥിക്കാൻ പോയിട്ട് കിട്ടില്ല എന്ന ചോദ്യമാണ് ഹന്നയെ ഭരിക്കുന്നത്. അപ്പോൾ നമ്മളും പലപ്പോഴും ചോദിച്ചിട്ടായിരിക്കും, പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഭാവി ജീവിതം നടക്കാത്തത്, പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടക്കാതെ ചോദ്യം ചെയ്യും. അപ്പോൾ ഹന്നയുടെ ജീവിതത്തിലുള്ള ചോദ്യം, പ്രാർത്ഥിക്കാൻ പോയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പം നാണക്കേടാണ്, വിഷമമാണ്, പ്രതിസന്ധിയാണ്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന ചോദ്യമാണ് നിരന്തര ഹന്നയുടെ ഉള്ളിൽ. അപ്പം നമുക്കും ചിലപ്പോൾ ചോദ്യം ഉണ്ടായിരിക്കും, പ്രാർത്ഥിക്കാൻ പോയിട്ടും എൻ്റെ വിവാഹം നടക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പോയിട്ട് എൻ്റെ ഭാവിയുടെ മേഖലകൾ മുന്നോട്ട് പോകുന്നില്ല. ശുശ്രൂഷകരിൽ തന്നെ പലരുടെയും ഹൃദയത്തിനകത്ത ചോദ്യമുണ്ടായിരിക്കും. എൻ്റെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും വരും. ഞാനൊരു ആത്മീയ മേഖലയിൽ ശുശ്രൂഷകൾക്കകത്ത് ഇറങ്ങിയത് ആ മേഖലയിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്തേണ്ടതാണ്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ എനിക്ക് ഉയർന്നു വരാൻ കഴിയുന്നില്ല. അപ്പം പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല? അപ്പം ഹന്നയുടെയും ചോദ്യം ഇതാണ്. പ്രാർത്ഥിച്ചിട്ടും ഈ പെനീനയുടെ വായിലുള്ളതെല്ലാം കേൾക്കേണ്ടി ഞാൻ വരുന്നു. അവളിൽ നിന്ന് വിഷമിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് അവളെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നു. അപ്പോൾ ഈ വിഷമിച്ച് കാണാൻ വേണ്ടി പെനീന അവളെ വാക്കുകൾ കൊണ്ട് നോവിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ആ വാക്കുകൾ കൊണ്ട് ആണ്ടുതോറും ദേവാലയത്തിൽ പോകുമ്പോൾ നിരന്തരം പെനീന അവളെ വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചു കൊണ്ടേയിരുന്നു. മുഷിഞ്ഞ് മനോവസനത്തോടെ
എന്നും അവൾ മനോവസനത്തോടെയാണ് ആലയത്തിൽ പോകുന്നത്. അപ്പം ഈ വസനിപ്പിക്കുന്ന വാക്ക് കേട്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. എനിക്ക് വളരെ സന്തോഷമായി തോന്നുന്നു, കരഞ്ഞു പട്ടിണി കിടക്കുമ്പോഴും കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ടും തൻ്റെ കൂടെയുള്ള തൻ്റെ പ്രാണപ്രിയ ഭർത്താവ് തന്നെ സമാധാനിപ്പിക്കുകയാണ്. നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠതയുള്ളവനാണ്. അപ്പം അങ്ങനെയുള്ളവരാണ്. ഞാൻ ചിന്തിക്കുന്നത് ഹന്ന ജീവിതം ഇല്ലായ്മ ചെയ്യാത്തതിന് കാരണം തൻ്റെ കൂടെ നിൽക്കുന്ന തുണയായിരിക്കുന്ന ഈ ഭർത്താവാണ്. തന്നെ ചേർത്ത് നിർത്തിയ ഈ ഭക്തനായ മനുഷ്യനാണ്. അങ്ങനെ ചിലർ ചേർത്ത് നിർത്തുന്നത് കൊണ്ടായിരിക്കാം ആത്മീയ ലോകത്തും ചിലർ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത്. അപ്പം ഈ പ്രതിസന്ധിയുടെ നടുവിലും ഹന്നയെ ആശ്വസിപ്പിച്ചവൻ അവൻ പറഞ്ഞു, നിനക്ക് 10 പുത്രന്മാർ ലഭിച്ചാലും അവരെക്കാൾ സ്നേഹിക്കപ്പെടാൻ മാന്യതയുള്ള ഒരു മനുഷ്യൻ എൽക്കാന എന്ന മനുഷ്യൻ, സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ നിരന്തരം അവളെ സമാധാനിപ്പിച്ചു. തന്നോടൊപ്പം കൂടെ നിന്നതുകൊണ്ട് ആ ഹന്നയുടെ ജീവിതം തകർന്നു പോയില്ല. അവളവളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തില്ല. അപ്പം കാത്തിരുന്നു, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. ആലയത്തിൽ ചെന്ന് മനോവസനത്തോടെ ആ സ്ത്രീ കരഞ്ഞു. നിരന്തരം ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടാത്തതെന്തെന്നുള്ള കണ്ണുനീരോട് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവൾ ഒരു നേർച്ച നേരുന്ന ഭാഗം, ആ ഭാഗത്ത് നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. അവർ നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ശൗര്യക്കത്തി തൊടുകയുമില്ല എന്ന് ദൈവസന്നിധിയിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന കുഞ്ഞിനെ നേർച്ച വെച്ച് പ്രാർത്ഥിക്കുന്ന ഹന്ന. അപ്പം നമ്മൾ പൊതുവെ ആളുകൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നന്ദി കാണിക്കാത്തവരാണ്. നന്ദി കാണിക്കുന്നവരുണ്ട്, നന്ദി കാണിക്കാത്തവരാണ്. എന്നാൽ ഹന്ന തനിക്ക് പ്രാർത്ഥിച്ച് ലഭിച്ച ഉത്തരത്തെ ദൈവത്തിന് കൈമാറുന്നു. തനിക്ക് പ്രാർത്ഥിച്ചു ലഭിച്ച ആ ഉത്തരത്തെ തന്നെ ദൈവത്തിന് നിവേദിച്ച് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. 24 മണിക്കൂറും പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹന്ന തൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് കൈമാറി. ഹൃദയം കൊണ്ട് തൻ്റെ വിഷയം ദൈവസന്നിധിയിൽ പകരുന്ന ഹന്ന ദേവാലയത്തിൽ ചെന്നു. ഈ ശബ്ദം ഹൃദയത്തിനകത്തുനിന്ന് പകരുന്നത് കൊണ്ട് അവളുടെ ശബ്ദം പുറത്തു വരുന്നില്ല. അതുകൊണ്ട് ഏലി പുരോഹിതൻ പറയുകയാണ്, ഇവൾ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് ഏലി പുരോഹിതൻ പറഞ്ഞു. അപ്പൊ ഏലി ഒരു പുരോഹിതന് ഈ സ്ത്രീയുടെ മനോവസനത്തെ മനസ്സിലാക്കാൻ, ഹൃദയത്തിന്റെ വേദനയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഹന്ന പറയാണ്, ഞാൻ മനോവസനമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യോ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പം ഏലിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ തൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ പകർന്നിട്ടാണ് ഹന്ന അവിടെ നിന്ന് പോകുമ്പോൾ ഒരു പദമുണ്ട്, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. അവിടെ നിന്ന് ആലയത്തിൽ ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയഭാരങ്ങളെ ഇറക്കി വെച്ച് ഹന്ന പോകുമ്പോൾ അവിടെ പറയുന്ന അന്ന് മുതൽ അവളുടെ മുഖം വാടിയതുമില്ല. ഞാൻ ചിന്തിക്കുന്നത് പിന്നീടാണ് ഹന്നയ്ക്ക് ഉത്തരം ലഭിച്ചു. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ ഹന്നയുടെ ഉള്ളിനകത്ത് ബോധ്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ ഉത്തരം ഈ ആലയത്തിനകത്തുള്ള ഈ പ്രാർത്ഥനയ്ക്കകത്ത് നടന്നു കഴിഞ്ഞു. അന്നു മുതൽ അവളെ ഹൃദയത്തെ സമാധാനിപ്പിച്ചിട്ടാണ് ആ പ്രാർത്ഥനയ്ക്കകത്ത് നിന്ന് ഞാൻ ചിന്തിക്കുന്നു അവളെ പുതിയൊരു വ്യക്തിയാക്കി, ഒരു പ്രാർത്ഥനയ്ക്കകത്തൊരു കൗൺസിലിംഗ് നടത്തി അവളെ ഹൃദയത്തിലെ പിരിമുറുക്കത്തെ മാറ്റിയാണ് അവൾ അവിടെ എഴുന്നേറ്റ് പോയത്. അപ്പൊ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം പ്രാർത്ഥിച്ചടിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിലും ആ കിട്ടിയെന്നുള്ള ബോധ്യം നൽകി ഹൃദയത്തിന്റെ പിരിമുറുക്കങ്ങളെ മാറ്റുന്ന ഒരു കൗൺസിലിംഗ് തെറാപ്പിയാണ് പ്രാർത്ഥന. അപ്പൊ ഈ ഹന്ന അവിടെ നിന്ന് പോയത് അവളുടെ മുഖം വാടാതെ അവിടെ നിന്ന് പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയതുപോലെ അവൾ പോയി. അവിടെ ഉള്ളിൽ ഉറച്ച ബോധ്യത്തോടെ അവൾ പോയി. അപ്പൊ അങ്ങനെ ഒരാണ്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പോലെ ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമുവേൽ എന്ന് പേരിട്ടു. അപ്പം ഇത് ഹന്നയ്ക്കറിയാം,
മനുഷ്യരുടെ പ്രയത്നത്താൽ ലഭിച്ചതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ലഭിച്ചതാണ്. ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രവൃത്തിയാൽ ലഭിച്ചതാണ്. ആ ബാലനാണ് ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനായി മാറിയത്. അപ്പം ഈ എൽക്കാനെ അവൻ്റെ കുടുംബമൊക്കെയും വീണ്ടും യഹോവയുടെ വർഷാന്തര യാഗത്തിന് നേർച്ച കഴിക്കാൻ പോകുമ്പോൾ ഹന്ന പറയുന്ന പദമുണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഇനി വരുന്നത് ദൈവത്തിന് ഞാൻ നിവർത്തിച്ച നേർച്ച നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ബാലനെ താൻ ആലയത്തിൽ ഏലിയടുക്കൽ കൊണ്ടുപോകുന്നത് വരെ ഞാൻ വരുന്നില്ല എന്ന തീരുമാനം ഹന്ന എടുക്കുന്നു. കുഞ്ഞിന് പാലുകുടി മാറിയപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആലയത്തിൽ ഏലിയുടെ അടുക്കൽ ചെന്ന് പോയി ആ കുഞ്ഞിനെ പൂർണ്ണമായി ദൈവത്തിന് നിവേദിക്കുന്നു. ഹന്നയ്ക്ക് ലഭിച്ചത് ഒരേ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ പൊതുവെ ആളുകൾ, കുഞ്ഞുങ്ങളില്ലായിരുന്നു, കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ ഒരു 85% ആളുകൾ, ആത്മീയരായ ദൈവമക്കൾ വിചാരിക്കും, ഇനി ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ 2-3 കുഞ്ഞിനെയും കൂടെ നൽകിയാൽ കർത്താവെ അതിലൊരെണ്ണത്തെ തരാം. പക്ഷേ ആ പ്രാർത്ഥിച്ച ഉത്തരത്തെ ആ ദൈവത്തിന് കൈമാറിയ ഹന്ന, അതാണ് അവളുടെ സമർപ്പണം, അതാണ് അവളുടെ നിലപാട്. അപ്പം ഈ യഹോവയോട് കഴിച്ച പ്രാർത്ഥന യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് ഇവനെ നിവേദിച്ചിരിക്കുന്നു, ജീവപര്യന്തം ഞാൻ ഇവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു ലഭിക്കുന്ന ഉത്തരങ്ങളെ അതുപോലെ കൊടുക്കാൻ അത്രയൊരു സമർപ്പണ മേഖലകളിലേക്ക് വളർന്നവരല്ല. എന്നാൽ ഹന്ന പൂർണ്ണമായി അവനെ ദൈവത്തിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു കുഞ്ഞുള്ളപ്പോൾ ദൈവത്തിനെ മാനിച്ച്, അവിടെ ഒരു പദമുണ്ട്, തുടർന്ന് അങ്ങോട്ട് താഴോട്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തെ മാനിച്ച് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഉത്തരത്തെ ദൈവത്തെ മാനിച്ച് തിരിച്ചു ദൈവത്തിന് കൈമാറുമ്പോൾ വീണ്ടും മക്കളെ ജനിപ്പിക്കുകയാണ്, ഈ മക്കളെ തലമുറകളെ നൽകുകയാണ് ഹന്നയ്ക്ക്. അപ്പം തന്നെ സ്നേഹിക്കാൻ ലഭിച്ച മകനെ ദൈവത്തിന് കൈമാറി, പ്രാർത്ഥനയുടെ ഉത്തരമായതിനെ ദൈവത്തിന് കൈമാറി. അപ്പോൾ നമ്മുടെ ദൈവം വ്യവസ്ഥകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നാം വയ്ക്കുന്ന നിലപാടുകൾ വ്യവസ്ഥകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവം. രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ലെന്ന് നിലപാടെടുത്ത ഭക്തന്മാർക്ക് വേണ്ടി തീക്കകത്തിറങ്ങി വന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേലിനെ ദൈവം ഉയർത്തിക്കൊണ്ടേയിരുന്നു. അപ്പം ഈ ശാരീരികമായ വളർച്ചയോടൊപ്പം ആത്മീയമായും ശമൂവേൽ വളർന്നുകൊണ്ടേയിരുന്നു. മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവനായി ശമൂവേൽ വളർന്നുകൊണ്ടേയിരുന്നു. അപ്പം ദൈവം തിരഞ്ഞെടുത്ത പുരോഹിതനും ഏലി പുരോഹിതനും കുടുംബവും, ദൈവത്തിന് മാന്യത നൽകേണ്ട ഏലി പുരോഹിതനും കുടുംബവും ദൈവത്തിന് മാന്യത നൽകാതിരിക്കുമ്പോൾ തനിക്ക് മാന്യത നൽകുന്ന ശമൂവേലിനെ ദൈവം ശ്രദ്ധിച്ചു. ദൈവം അവനെ കണ്ടു, ദൈവം അവനെ നോട്ട് ചെയ്തു. എന്നിട്ട് പറയുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കേണ്ട ഒരുവൻ എന്നെ മാനിക്കാതിരിക്കുമ്പോൾ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവം മാനിക്കാൻ സെലക്ട് ചെയ്ത ശമൂവേലിനെ രാത്രിയിൽ ഉറക്കത്തിൽ ദൈവം വിളിക്കുന്നു, ശമൂവേലേ, ശമൂവേലേ. താൻ മാനിക്കുമെന്ന് പറഞ്ഞവനെ രാത്രിയിൽ ഉറക്കത്തിൽ ദർശനത്തിൽ ദൈവം വിളിക്കുകയാണ്. അപ്പോൾ അന്നു മുതൽ താൻ മാനിക്കാൻ ആഗ്രഹിച്ച ശമൂവേലിനോട് ദൈവം സംസാരിച്ചു തുടങ്ങി. തൻ്റെ കർണപുടങ്ങളിൽ കേട്ട ദൈവം തന്നോട് സംസാരിച്ച ദൈവം തന്നോട് സംസാരിച്ച സംസാരങ്ങൾ തൻ ജനത്തിലേക്ക് കൈമാറിയപ്പോൾ ദൈവം മാനിക്കാൻ ആഗ്രഹിച്ച ഈ ഭക്തൻ പറഞ്ഞ ഒരു വാക്ക് പോലും നിഷ്ഫലമായില്ല. താൻ പറഞ്ഞ വാക്കുകൾ ദാൻ മുതൽ ബേർഷേവ വരെ വിശ്വസ്ത പ്രവാചകനെന്ന് ജനം അംഗീകരിക്കുന്ന രീതിയിൽ നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു ദേശത്തിനകത്ത് ശുശ്രൂഷ ചെയ്യാനല്ല, വിശാലമായ മേഖലയിൽ ദൈവത്തിനു വേണ്ടി വേല ചെയ്യാനാണ്. അങ്ങനെ ദൈവം വരുന്ന ആളുകളിൽ നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നവരെങ്കിൽ ദാൻ മുതൽ ബേർഷേവ വരെ ഭൂമിയുടെ അറ്റത്തോളം, യെരൂശലേമിലെ യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാനാണ്, നിങ്ങളെ മാനിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്.
നിങ്ങൾ ഇതുവരെ നിങ്ങളെ അംഗീകരിക്കാത്ത സമൂഹങ്ങൾ നിങ്ങളെ അംഗീകരിക്കാൻ പോകും. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത സമൂഹത്തിന്റെ അപ്പുറത്തുള്ള ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നു. ഒരു പരിധിക്കപ്പുറം, ഒരു ബൗണ്ടറിക്കപ്പുറം, ഒരു പ്രത്യേക വരയ്ക്കപ്പുറം, ചില വട്ടത്തിനപ്പുറം ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് മാന്യത നൽകാൻ പോവുകയാണ്. ദാൻ മുതൽ ബേർഷേബ വരെ വിശ്വസ്ത പ്രവാചകനെന്ന് ഇസ്രായേൽ ജനമൊക്കെയും ഈ ശമൂവേലിനെ അംഗീകരിച്ചു. അതുകൊണ്ട് ദൈവം മാനിക്കുന്നവനെ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവനെ മാനിക്കും. നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നവനെങ്കിൽ പരിധിക്കപ്പുറം, ദേശങ്ങൾക്കപ്പുറം ദൈവം ആഗ്രഹിക്കുന്ന പ്രസിദ്ധിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നടത്താൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.